ഹലോ ഗായ്സ്, ഈ വീക്കെൻഡ് ഡിഫറെൻ്റ് ആക്കിയാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഈ 1 ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഡിസ്റ്റൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിൽ പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ വന്നപ്പോഴേക്കും കമ്പാർട്ട്മെൻറ്റ് ഫുള്ളും ഫില്ലായി. അങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു വന്ന ഞങ്ങളിതേ ഒരു മിറർ കണ്ടപ്പോഴേക്കും അവിടെ സ്റ്റക്കായിപ്പോയി. അങ്ങനെ സെൽഫി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ സ്പോട്ടെത്തി. വേറെ എവിടെയല്ല, കൊല്ലം. സോ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയതിനു ശേഷം അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ പോവുകയാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഇവിടെ വരുമ്പോഴേക്കും എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ട്, ബട്ട് നമുക്ക് അഫോർഡബിൾ ആണ്. ലൈറ്റ് ഹൗസിൽ വന്ന് ഞങ്ങളെ ഫസ്റ്റ് അട്രാക്ട് ചെയ്ത് ലൈറ്റ് ഹൗസ് ആയിരുന്നില്ല, ഊഞ്ഞാലായിരുന്നു. ആ നോട്ടം കണ്ടാൽ അറിയാം പണി വാളിപ്പോയിന്ന്. അങ്ങനെ ആ വിഷമം തീർക്കാൻ അവിടുത്തെ പാർക്കെല്ലാം ചുറ്റിക്കറങ്ങിയതിനു ശേഷം ഞങ്ങളിതാ നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോയി. ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ സ്റ്റെയേഴ്സിൽ വന്ന് എൻ്റെ ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് സ്റ്റെയേഴ്സ് എല്ലാം കയറി വന്നപ്പോഴേക്കും ഞങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, ആ ജനലിലൂടെ കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. ഈ സ്റ്റെയേഴ്സ് കയറിയതെല്ലാം അത്രയും വേർത്താന്ന് തോന്നിയത് ഈ ഒരു മൊമെന്റിലാണ്. അങ്ങനെ വ്യൂ എല്ലാം കണ്ടുവന്ന സന്തോഷത്തിൽ കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും എങ്ങനെ പോസ് ചെയ്യാമെന്ന് കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കൽ കലാപരിപാടിക്ക് ശേഷം നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് സെക്കൻഡ് സ്പോട്ടാണ്. സെക്കൻഡ് സ്പോട്ട് ഇവിടെ തൊട്ടടുത്താണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ബീച്ച് തന്നെയായിരുന്നു സെക്കൻഡ് സ്പോട്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട്, ബട്ട് ഞങ്ങൾ വന്ന ടൈം തെറ്റിപ്പോയി, അവിടെ പാർഷ്യലി ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് ലാസ്റ്റ് സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയല്ല, സാമ്പ്രാണിക്കോടി ഐലൻഡ്. ഈ ഒരു സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ ഐലൻഡോട്ട് പോകാനുള്ള ബോട്ട് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. സോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഐലൻഡിൽ 45 മിനിറ്റ്സ് ആയിരിക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. തിരിച്ച് ഇവർ തന്നെ 45 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മളെ വന്ന് പിക്ക് ചെയ്യുന്നതുമാണ്. ഐലൻഡിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഡബിൾ ആയിരുന്നു. അതിന് മെയിൻലി 2 റീസൺസ് ആണ്. ഒന്ന്, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ബോട്ടിംഗ് ആണിത്. ആൻഡ് സെക്കൻഡ് തിങ്, ഞങ്ങൾ എല്ലാവരും ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ അവിടെ ഐലൻഡിലെത്തിയതിനു ശേഷം ആദ്യം ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പേടി തോന്നിയെങ്കിലും പിന്നെ അങ്ങ് പേടിയെല്ലാം മാറി. കാരണം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ മുട്ടിനൊപ്പേ വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ പോയിടയിൽ നോക്കുകയാണെങ്കിലും ഒത്തിരി തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഒരുപാട് പേര് ഐലൻഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ലോക്കൽ ഗൈഡിന്റെ ഹെൽപ്പോട് കൂടി അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടു. അതുപോലെ തന്നെ ലോക്കൽ ഗൈഡായി ഞങ്ങൾക്കൊപ്പം വന്ന ചേട്ടനും അടിപൊളിയായിരുന്നു. ആ യാത്ര തീരും മുമ്പ് ഞങ്ങൾ 5 പേരെയും തോണി തുഴയാനുള്ള ട്രെയിനിങ് വരെ തന്നു. ഐലൻഡിലെത്തും വരെ ഈ തോണിയാത്ര ഞങ്ങളുടെ പ്ലാനിങ്ങിലില്ലായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ശരിക്കും മിസ് ചെയ്യുമായിരുന്നു. കാരണം ആ ഐലൻഡിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ നമുക്ക് ഒത്തിരി ഹിഡൻ സ്പോട്ട് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴി നോക്കുകയാണെങ്കിലും ഇതുപോലെ കുറേ മാംഗ്രൂവ് ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ കിടക്കുന്നതെല്ലാം നമ്മുടെ ഓയിസ്റ്റർ ഷെല്ലാണ് കേട്ടോ. ഇതുപോലെ ഒത്തിരി ഓയിസ്റ്റർ ഷെൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ മരത്തിൽ കയറാനുള്ള എൻ്റെ കഷ്ടപ്പാടാണ്. കുറേ നേരം ശ്രമിച്ചതിന് ശേഷം എങ്ങനെയൊക്കെ മരത്തിൽ കയറിപ്പറ്റി. ആ സന്തോഷമാണ് ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ആ 45 മിനിറ്റും കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് യാത്രയായി. ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് ഫസ്റ്റ് ഇയറിലാണെങ്കിലും നടന്നത് ഈ ലാസ്റ്റ് ഇയറിലാണ്. അതുകൊണ്ട് ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.